ശ്രദ്ധിക്കണം, ഒരുപാട് മിനിസ്ട്രികളും ഒരുപാട് ശുശ്രൂഷകളും എല്ലാം ഇനി കൂടുതൽ കൂടുതൽ പെരുകും. ഒത്തിരി പേര് മിനിസ്ട്രികൾ ശുശ്രൂഷകളെല്ലാം ഉണ്ടാവും. ഇനി നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് പരിശുദ്ധാത്മാവിൽ നിന്ന്, എന്താണ് പിശാചിന്ന് നമുക്ക് തിരിച്ചറിയാൻ ഭയങ്കര പാടായി. ആദ്യത്തെ ഒരു നല്ല കാലം വരെ എല്ലാത്തിനും ഒരേപോലെ ഒരേ മുഖമായിരിക്കും. എല്ലാം പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് തോന്നും. ഏതാണ് ദൈവത്തിൽ നിന്നുള്ളത്, ഏതാണ് പിശാചി എന്നുള്ളതെന്ന് നമുക്ക് തിരിച്ചറിയാൻ ഭയങ്കര പാടാണിപ്പം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളുക, ഒരു ശുശ്രൂഷ ദൈവത്തിൽ നിന്നാണോ അല്ലയോ എന്നറിയാനുള്ള ഒരു അളവുകോൽ ഇതിനകത്തുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണെങ്കിൽ അതിനകത്ത് പാപമോചനത്തിനുള്ള അനുതാപം പ്രീച്ച് ചെയ്യപ്പെട്ടിരിക്കും. റിപ്പൻഡൻസ് പ്രീച്ച് ചെയ്യാത്ത ഒരു മിനിസ്ട്രിയും പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. തെറ്റ് തിരുത്തണം, മാനസാന്തരപ്പെടണം, പാപം അനുതപിക്കണം എന്ന് പ്രീച്ച് ചെയ്യാത്ത ഒരു മിനിസ്ട്രിയും, അത് എത്ര അടയാളങ്ങളോട് കൂടിയുള്ളതാണെങ്കിലും അത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അല്ല. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കുന്ന വിധത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സാത്താൻ പ്രവർത്തിക്കും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അകമ്പടിയോടുകൂടി വരുന്ന ശുശ്രൂഷകളാണെങ്കിൽ പോലും അത് പരിശുദ്ധാത്മാവിൽ നിന്നാണോ എന്നറിയാനുള്ള ഒരു വഴി ഞാൻ പറയുകയാണ്. ഒന്നാമത്തെ വഴി, അത് അനുതാപം പ്രസംഗിക്കാത്ത ശുശ്രൂഷയായിരിക്കും. ദൈവ ശുശ്രൂഷയെ മണിയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നവരെ സൂക്ഷിച്ചോണം. അതിനകത്ത് ഏത് സമയത്തും ഡിവേറ്റ് ചെയ്യാവുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. ഇയാൾ ഒരു തെറ്റ് പറഞ്ഞാൽ ഇയാളുടെ മേൽ ഒരു അതോറിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലാത്ത ഒരാളുടെയും കൂടെ, അതായത് ഏത് അൽമായരുടെ ശുശ്രൂഷയ്ക്കും പോകാം, അതിന് മുകളിൽ ഒരു അതോറിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അയാളെ പറഞ്ഞാൽ, അതായത് പേരിന് ഒരാളെ വെച്ചിരിക്കുകയല്ല, ഞങ്ങൾ ഇന്ന അങ്ങനെയല്ല, മറിച്ച് ഇയാളെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെ ഇയാളെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന, അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അയാൾ വഴങ്ങുന്ന ഒരു അതോറിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ പോവരുത്, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കെണിപ്പെടും. കാരണം എന്തറിയാം, ഇത് ആദ്യമൊക്കെ എല്ലാം നല്ലതായിരിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഡീവിയേറ്റ് ചെയ്യും. അത് നമ്മളറിയില്ല. ആ ഡീവിയേറ്റിംഗ് പോയിന്റ് നമ്മളറിയില്ല. ഒത്തിരി കുടുംബങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. ഇത് അന്ത്യകാലമാണ്. വ്യാജ അരൂപി പെരുകും. പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ സഭയിൽ ദൈവമക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾ ഇനി പുതിയ 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 സന്ദേശങ്ങളുടെ പുറകെയൊന്നും പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ ഒത്തിരി പേര് വഴിതെറ്റും.